കുഞ്ഞാലിയുടെ മണ്ണാണ്. രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതായി തോന്നുന്നു. ആര്യാടൻ ഷൗക്കത്ത് പഴയ ആര്യാടൻ്റെ വോട്ടുകളൊക്കെ ഈ മണ്ഡലത്തിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കണതൊക്കെ തലപൊക്കി വരും, ഒരു ആര്യാടൻ ലെഗസി തിരിച്ചു വരുമെന്നൊക്കെ UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. എന്ത് തോന്നുന്നു? അല്ല, ഇത് കുഞ്ഞാലിയുടെ മണ്ണാണ്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ സഖാവ് സ്വരാജ് തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. കാരണം ഞങ്ങൾ ഈ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഈ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകൾ സഖാവ് സ്വരാജ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ UDF ക്യാമ്പ് രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയ സംസാരങ്ങളെ വഴിതിരിച്ച് വിടുന്നുണ്ടോ? അപ്പോൾ ഇന്നലെ വീണ്ടും ഒരു പെട്ടി വിവാദത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതായി തോന്നുന്നു. അവരങ്ങനെ ചെയ്തോട്ടെ. ഞങ്ങൾ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ നേരിടുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തെ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ 4 വർഷം പൂർത്തീകരിച്ച് 5ാം വർഷത്തേക്ക് കടന്നിട്ടുള്ള പിണറായി ഗവൺമെൻറ് ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഈ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ സർക്കാർ പറയുമ്പോൾ അതിനൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുന്നൊരു മുഖമാണ് PV അൻവറിൻ്റെ. ഈ ഒരു അംബൂക്ക ഫാക്ടറി ഇങ്ങനെ ചില ഇടങ്ങളിലെങ്കിലും വലിയ രീതിയിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വർക്കുകളിൽ. PV അൻവർ ഫാക്ടർ എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ PV അൻവർ കാരണമല്ല ഇപ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വന്നത്. യഥാർത്ഥത്തിൽ 2026 നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് 10 മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ കൊണ്ടുവന്ന ശ്രീ അൻവറല്ലേ. അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചെന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ സ്വരാജ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വരാജിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കണമെന്ന് ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ കാലാവസ്ഥയൊക്കെ എങ്ങനെ പ്രതികൂലമാണോ? വലിയ രീതിയിൽ ഒരു കുഴപ്പമില്ല. സ്വാഭാവികമല്ലേ, ഈ സമയത്ത് മഴയുണ്ടാവും, നമുക്കെല്ലാം അറിയാമല്ലോ. അതിനെല്ലാം അല്ലെങ്കിൽ മഴയോടൊക്കെ വളരെ മഴയെ നമ്മൾ ഇതായിട്ട് പറയുന്നില്ല. അതിനിടയിൽ ഏറ്റവും നന്നായി നമ്മുടെ സഹാക്കൾ അത് മഴ കൊള്ളാതെയൊക്കെയുള്ള വലിയ സന്തോഷം, ആശംസകൾ. ഓക്കെ.